ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വചനം. മനുഷ്യൻ എന്താണ്? അവനെക്കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ മനുഷ്യജീവിതം എന്താണെന്ന് ധ്യാനിച്ച് ആത്മാവിൻ്റെ നിറവ് ലഭിച്ച പ്രഭാഷകൻ എഴുതി വച്ചിരിക്കുന്ന വചനഭാഗമാണിത്. എന്താണ് മനുഷ്യജീവിതം? അവൻ 100 വയസ്സുവരെയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ അത് ദീർഘായുസ് എന്നൊക്കെ പറയാം. എന്നാൽ ദൈവം അവന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് കാരുണ്യം പ്രദർശിപ്പിക്കുന്നു. ഈ അടുത്ത നാളിൽ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എല്ലാ മാസവും നാട്ടിലേക്ക് വരും. ഒത്തിരി തിരക്ക് പിടിച്ച മനുഷ്യനാണ്. നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം നന്നായിട്ട് ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് വലിയൊരു സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ ചെന്ന് ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് ഒരു കുഴപ്പവുമില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം വിദേശത്ത് വീണ്ടും ജോലിക്ക് പോവുക. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെ ഡിസിപ്ലിൻഡായിട്ട് ക്രമപ്പെടുത്തി നോക്കുന്ന ഒരു മനുഷ്യനും കൂടെയായിരുന്നു. വലിയ പ്രായമൊന്നുമില്ല, ഏകദേശം 42 വയസ്സുണ്ട് അദ്ദേഹം. ഈ 42 വയസ്സിലും നല്ല ഊർജ്ജസ്വലതയോടെ അദ്ദേഹം ഓടി നടക്കുകയാണ്. തിരക്കുകൾ എപ്പോഴും തിരക്കാണ്. ഈ തിരക്കിൻ്റെ ലോകത്തിലായതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുവാനോ ദൈവവചനം വായിക്കുവാനോ കൂദാശകളിൽ പങ്കെടുക്കുവാനോ ഒന്നും സമയം കിട്ടാറില്ല. വീട്ടിലുള്ള ഭാര്യയും മക്കളുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് അവരോടാണ് അദ്ദേഹം പറയുക. പ്രിയമുള്ളവരെ, ഈ ഒരു തിരക്ക് പിടിച്ച ലോകത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം എന്നാൽ ഒരു കാര്യം മുടങ്ങാതെ ചെയ്യും. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം 1 മണിക്കൂർ നടക്കുവാനായിട്ട് സമയം കണ്ടെത്തും. എത്ര തിരക്കുകൾ, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എത്രമാത്രം തിരക്കുണ്ടെങ്കിലും അദ്ദേഹം 1 മണിക്കൂർ നടക്കുവാനായിട്ട് സമയം കണ്ടെത്തി ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. വിദേശത്തായിരുന്നപ്പോഴും 1 മണിക്കൂർ നടക്കും. അതുപോലെ നാട്ടിൽ ലീവിന് വരുമ്പോഴും അദ്ദേഹം ഇതിന് ഒരു കുറവും വരുത്തിയിരുന്നില്ല. ഇത് മുടങ്ങാതെ ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ഈ ലീവ് കഴിഞ്ഞ് പരിശോധനയൊക്കെ കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിലെ പരിശോധനയൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ആ ഒരു ബോധ്യത്തോടു കൂടി അദ്ദേഹം വീണ്ടും വിദേശത്ത് ജോലിക്ക് പോയി. ഒരു ദിവസം പ്രഭാതത്തിൽ പതിവ് പോലെ നടക്കുവാനായിട്ട് ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദയത്തിൽ ഒരു വേദന അനുഭവപ്പെട്ടു. അദ്ദേഹം അവിടെ ഒന്ന് ഇരിക്കാനായിട്ട് തോന്നി. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ കിടന്നു. ആൾക്കാർ നോക്കുമ്പോൾ ഈ മനുഷ്യൻ സാധാരണ നടക്കുന്ന മനുഷ്യനാണ്, പക്ഷേ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ആൾക്കാർ ചെന്ന് തൊട്ടപ്പോഴാണ് അറിയുന്നത് ശരീരം തണുത്തിരിക്കുകയാണ്, മരിച്ചിരിക്കുന്ന അവസ്ഥ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള 1000 സംഭവങ്ങൾ ഓരോ ദിവസവും മനുഷ്യജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും മനുഷ്യൻ അവൻ്റെ ലക്ഷ്യം മറന്ന് ഈ ലോകത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ച് ഓടുന്നത് കാണുമ്പോൾ ദൈവം അവനെ നോക്കി പരിതപിക്കുന്നുണ്ട്. മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം മനോഹരമായിട്ട് വചനത്തിലുണ്ട്. സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യമാണ്. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് കടത്തിവിടുന്നതിന് മുമ്പ് ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ചാണ് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് വിടുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പൂഴി കൊണ്ടാണ് അവനെ സൃഷ്ടിക്കുക. അതിനുശേഷം അവൻ്റെ ഉള്ളിൽ തൻ്റെ ശ്വാസം നിശ്വസിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ നിറവോടുകൂടിയാണ് ഓരോ മനുഷ്യനെയും ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ആത്മാവിനെ വിസ്മരിച്ച് മനുഷ്യനിന്ന് ജീവിക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിന് സന്തോഷവും അനുഗ്രഹവും ഐശ്വര്യവും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അന്ത്യത്തിൽ ഈ വ്യക്തികൾ എത്തിച്ചേരുന്നത് കാണാനായിട്ട് സാധിക്കും.
സഭാപ്രസംഗകൻ പറയുകയാണ് 9-ാം അധ്യായം 5-ാം വാക്യം, കാരണം ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം തങ്ങൾ മരിക്കുമെന്ന്. മരണം എന്നുള്ളത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും കടന്നു വരാം. ജനിച്ച ഒരു വ്യക്തി മരിക്കുവാൻ തക്കവിധം പ്രായപൂർത്തിയായവനെന്നാണ് പറയുക. ഒരു ജനനം ഈ ഭൂമിയിൽ കടന്നു വന്ന വ്യക്തി ഏത് നിമിഷവും മരിക്കാനായിട്ട് പ്രായപൂർത്തിയായവനാണ്. പക്ഷേ മനുഷ്യനിത് അറിയാതെ നെട്ടോട്ടമോടുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ അനേകർ ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയില്ലേ. അനേകം രാജാക്കന്മാർ, അനേകം വിജ്ഞാനികൾ, അനേകം മനുഷ്യർ, ഈ ലോകത്തെ ത്രസിപ്പിച്ച, ഈ ലോകത്തെ ആകർഷിച്ച അനേകം വ്യക്തിത്വങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിട്ടും നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ നമ്മുടെ ജീവിതവും കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവിടം വിട്ട് പോകേണ്ടതാണെന്ന്? എന്തിനു വേണ്ടി ഞാൻ ഇവിടെ വന്നു? എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു? എങ്ങോട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾ പലപ്പോഴും മനുഷ്യൻ ചോദിക്കാത്തത് കൊണ്ട്, അവനെ കൊണ്ട് പിശാച് ചോദിപ്പിക്കാതിരിക്കുവാൻ അവൻ ചെറിയ മാന്ത്രിക വിദ്യകൾ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യനിങ്ങനെ ഈ ലോകത്തിന് വേണ്ടി മാത്രമായിട്ട് ഓടുകയാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞു 2-ാം അധ്യായം 7 ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. മനുഷ്യൻ ജീവനുള്ളവനായി തീരുവാനായിട്ട് കാരണം ദൈവത്തിൻ്റെ ആ ശ്വാസം അവൻ്റെ ഉള്ളിൽ നിശ്വസിച്ചതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആ നിമിഷം അവൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് ആത്മാവിൻ്റെ ബലത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്നാൽ മനുഷ്യൻ ഇന്ന് തൻ്റെ ഉള്ളിലെ ആത്മാവിനെ മറന്ന് ശരീരത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തകൻ 146-ാം സങ്കീർത്തനം 4-ാം വാക്യം ഇപ്രകാരമാണ്: അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്നവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്നവൻ്റെ പദ്ധതികൾ മണ്ണിൽ മണ്ണടിയുകയാണ്. എത്രമാത്രം പദ്ധതികളാണ് മനുഷ്യൻ രൂപപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ തിരക്കുകളുടെ ലോകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ പ്രഭാതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്, ആകുലതയോടെയാണ് മനുഷ്യൻ കിടന്നുറങ്ങുന്നത്. പക്ഷെ അവൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല മറ്റൊരു ജീവിതമുണ്ടെന്ന്. ഈ ഭൂമിയിൽ കാണുന്ന ഒരു ജീവിതം മാത്രമല്ല. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 90-ാം സങ്കീർത്തനം 10-ാം വാക്യം ഇപ്രകാരമാണ്: ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷം, ഏറിയാൽ 80, എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. സങ്കീർത്തനം 90-ാം സങ്കീർത്തനം 10-ാം വാക്യം. കാരണം എന്താണ്? ദൈവം മാത്രമാണ് മരണമില്ലാത്തവൻ. 90-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് തന്നെ അനശ്വരനായ ദൈവം, നശ്വരനായ മനുഷ്യൻ. ഈ ഭൂമിയിലെ നശ്വരമായ മനുഷ്യ ജീവിതത്തെ അനശ്വരതയിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവവുമായി ഒരു ബന്ധമുണ്ടായിരിക്കണം. അവൻ്റെ അനുദിന ജീവിതത്തിൽ ഒരു ദിവസം അവൻ എത്രയോ സമയം പല കാര്യങ്ങളിലേക്ക് അവൻ വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ദൈവവുമായുള്ളൊരു ബന്ധത്തിൽ ജീവിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഒന്ന് ധ്യാനിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ അവൻ സമയം കണ്ടെത്താതെ പോകുമ്പോൾ ഓർത്തുകൊള്ളണം, അവൻ യഥാർത്ഥത്തിൽ മരിച്ചു ജീവിക്കുകയാണ്. ഇന്ന് അനേകം മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവൻ ജീവിക്കുന്നുണ്ടോ? മരിച്ചു ജീവിക്കുകയല്ലേ, മരിച്ചുകൊണ്ടിരിക്കുക മനുഷ്യനെന്ന് ഓരോ നിമിഷവും. സങ്കീർത്തനം 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാരണം ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെയാണ് മനുഷ്യജീവിതം. സങ്കീർത്തനം 104:29 പറയുകയാ: അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു, അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും അനുവദിച്ച സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവവുമായി ഒരു വ്യക്തിബന്ധത്തിൽ ആഴപ്പെടണം. അതല്ലെങ്കിൽ ഈ ജീവിതം ഒരു പാഴായ ഒരു ജീവിതമായിട്ട് മാറും. പ്രിയമുള്ളവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 25 ഈശോ പറയുകയാണ്, മാർത്തായോട് പറയുകയാണ്. കാരണം ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ട് മാർത്തായോട് ഈശോ പറയുകയാണ്, ഞാനാണ് ജീവനും പുനരുത്ഥാനവും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7 പറയുന്നത് എന്താണ്? സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യും. ഈ ഭൂമിയിലെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് നിത്യജീവനാണ്. ആ നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഓരോ ദിവസവും നമ്മൾ ഇടപെടുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മൾ നന്മ പ്രവർത്തികളിലൂടെ വ്യാപരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടത്. ലക്ഷ്യം മറന്നു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ പലതരത്തിലുള്ള തിന്മകൾ കയറി വരുന്നത്. നീതിപൂർവം ജീവിക്കുവാൻ കഴിയാതെ
മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുവാൻ കഴിയാതെ ഈ ഭൂമിയിലെ ജീവിതം ഒരു മറ്റുള്ളവർക്കും നമുക്കും അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് കഴിയാതെ പോകുന്നത് ലക്ഷ്യം മറന്ന് ഓടുന്നത് കൊണ്ടാണ്. എന്താണ് നിൻ്റെ ലക്ഷ്യം? ഓരോ മനുഷ്യനോടും അവൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ മനുഷ്യനോടും എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അവന് ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ. എനിക്ക് പഠിച്ച് നല്ലൊരു ഡോക്ടറാകണം, ഒരു എൻജിനീയർ ആകണം, അല്ലെങ്കിൽ ഒരു നല്ല വൈദികനാകണം, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാകണം. ഇതൊക്കെ ഈ ഭൂമിയിൽ അവസാനിക്കുന്ന ചില ആഗ്രഹങ്ങളാണ്. എന്നാൽ ലക്ഷ്യം വയ്ക്കേണ്ടത് എന്താണെന്ന് ദൈവം പറയുന്നുണ്ട്. നിത്യജീവൻ ലക്ഷ്യം വയ്ക്കണം. സ്വർഗം ലക്ഷ്യം വെച്ചായിരിക്കണം ഈ ഭൂമിയിലെ മനുഷ്യജീവിതം നയിക്കേണ്ടത്. സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വ്യക്തി പറയും എന്താണ്? എനിക്ക് വിശുദ്ധനായ ഒരു ഡോക്ടറാകണം, എനിക്ക് വിശുദ്ധനായ ഒരു എഞ്ചിനീയർ ആകണം. ഈ ഒരു മനോഭാവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഈ ശരീരമെന്ന് പറയുന്നത് നശ്വരമാണ്. അത് മണ്ണിനോട് മണ്ണായി തീരുന്ന ഒരു ശരീരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ ഉള്ളിലുള്ള ആത്മാവ് അത് അനശ്വരമാണ്. ഈ ആത്മാവിന് വേണ്ടി നമ്മൾ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് പരിപോഷിപ്പിക്കുവാൻ, അതിന് സംരക്ഷണം കൊടുക്കുവാനായിട്ട് നമ്മുടെ സമയം എത്ര നേരം എടുക്കുന്നു? വിശുദ്ധരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അവരെപ്പോഴും ആത്മാവിനെക്കുറിച്ചാണ് അധിക നേരം ചിന്തിച്ചിരുന്നത്. ശരീരത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. കാരണം എന്താണ്? ആത്മാവ് ശരിയായി നിലനിൽക്കുകയാണെങ്കിൽ ശരീരം ശരിയായിക്കൊള്ളുമെന്ന് അവർക്കറിയാം. ഇന്ന് മനുഷ്യൻ എന്താണ്? ആത്മാവിനെ മറന്ന് ശരീരത്തിന് വേണ്ടി മാത്രം, ശരീരത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇന്ന് അധ്വാനിക്കുന്നു, അവന് കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നു. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതല്ല. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലേക്കൊന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യ ആദ്യമായിട്ട് എഴുതുവാനായിട്ട് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് എഴുതിയ വാക്കെന്ന് പറയുന്നത് സ്വർഗമെന്നാണ്. ആദ്യമായിട്ട് ഇന്ന് നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ ആദ്യമായിട്ടൊക്കെ അക്ഷരം ആരംഭിക്കുവാനായിട്ട് തുടങ്ങുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? എന്ത് വാക്കാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുക? ഈ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതം നയിക്കുന്നുവെന്ന് പറയുന്ന ഓരോരുത്തരും ആത്മാർത്ഥതയോടെ തങ്ങളോട് തന്നെ ചോദിക്കണം, തങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? തങ്ങളുടെ തലമുറയ്ക്ക് കൊടുക്കുന്നത് എന്താണ്? ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ അക്ഷരം പഠിപ്പിക്കുമ്പോൾ, ആദ്യമായിട്ട് ഒരു വാക്ക് എഴുതുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്? സ്വർഗത്തെക്കുറിച്ചാണോ? വിശുദ്ധ കൊച്ചുത്രേസ്യ ആദ്യമായിട്ട് എഴുതി സ്വർഗം. അതിനുശേഷം ഈ എഴുത്ത് അത് ഓരോ ദിവസവും ആ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി, സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിലാണ് കൊച്ചുത്രേസ്യ വിശുദ്ധിയിലേക്ക് വളരണമെന്ന്, ഈ ഭൂമിയിലെ ജീവിതം ഇവിടെ അവസാനിക്കേണ്ടതല്ല, നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടെ ഈശോയെ കൂടുതൽ സ്നേഹിക്കണമെന്നുള്ള ആ ഒരു അഭിവാഞ്ചയിൽ ഈ കൊച്ചുത്രേസ്യ കടന്നു വരുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ മക്കൾക്ക് ഈ ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ട്, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. ഈ ഭൂമിയിലെ ജീവിതത്തിലെ തിരക്കുകളിൽ നമ്മുടെ മക്കൾ ഇന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ടല്ലേ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഗാനമാണ്. പലയാവർത്തി നമ്മൾ പാടിയിട്ടുള്ള ഗാനങ്ങൾ എത്രമാത്രമുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നുണ്ടോ? മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണോട് ചേർന്നിടും. നിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നിൻ്റെ എല്ലാ പദ്ധതികളും മരണത്തോടുകൂടി അവസാനിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതം മരണത്തിൽ അവസാനിക്കുന്നതല്ല എന്ന് ക്രിസ്തു വിശ്വാസി തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലേക്ക് നമ്മളെയൊക്കെ ദൈവം ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് വേണ്ടി ദൈവം ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനം പണിയുവാനായിട്ട് എപ്രകാരമാണ് ആ ഭവനം അതിൻ്റെ പൂർണ്ണതയിൽ കടന്നു വരുന്നത്? നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിനനുസരിച്ചിരിക്കും. സമയം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തിനനുസൃതമായ ഒരു ഭവനം നമ്മുടെ പിതാവ് സ്വർഗത്തിൽ രൂപപ്പെടുത്തിയിരിക്കും. അപ്പോൾ സൽപ്രവൃത്തികളിൽ, വിശുദ്ധിയിൽ നിലനിന്ന് ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത നിത്യജീവനാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 8 വചനം പഠിപ്പിക്കുകയാണ്, നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനം 4-ാം അധ്യായം 14 പറയുകയാണ്, യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും.
പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ജോൺ പോൾ മാർപ്പാപ്പ. അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം, കാരണം ലോകം മുഴുവനും കണ്ടതാണ്. കാരണം ആസ്പത്രിയിൽ പോകാനായിട്ട് ഉള്ള സമയമായപ്പോഴും ജോൺ പോൾ മാർപ്പാപ്പ അത് ബോധ്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ പോവുകയാണ്, അതിനായിട്ട് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആസ്പത്രിയിൽ നിന്ന് നേരെ തിരിച്ചെത്തുമ്പോഴും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്: ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാകുവാനായിട്ട് പോവുകയാണ്. ഇതാണ് ക്രൈസ്തവ ജീവിതം. ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ദൈവം കാണിച്ചു തന്നത് എന്തിനെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതവും ഇതുപോലെ നിത്യത മുന്നിൽ കണ്ടുകൊണ്ട് ക്രമപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ: ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നമ്മൾ ഈ ഭൂമിയിൽ എപ്രകാരം ജീവിച്ചുവോ അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ഭൂമിയിൽ ദൈവത്തെ മറന്ന്, നിത്യതയെ മറന്ന്, മറ്റുള്ളവരോടൊക്കെ വെറുപ്പും വാശിയും വൈരാഗ്യവും സ്വാർത്ഥതയും ഒക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ, മറ്റുള്ളവരെ തകർക്കുവാനായിട്ടുള്ള മനോഭാവത്തോടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ തിരിച്ചറിയണം, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുവാനിരിക്കുന്ന വലിയൊരു തകർച്ചയുണ്ടെന്ന്. ആ തകർച്ച മുന്നിൽ കണ്ടുകൊണ്ട് ഹൃദയം കഠിനമാക്കാതെ ഈ നിമിഷം തന്നെ തീരുമാനങ്ങൾ എടുത്താൽ ദൈവം നിൻ്റെ മേൽ കരുണ ചൊരിയും. കാരണം മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നിൻ്റെ ഈ ജീവിതത്തെ എപ്രകാരം ക്രമപ്പെടുത്തി എന്തിനു വേണ്ടി നിനക്ക് ജീവിതം നയിക്കണമെന്ന് നിനക്ക് തീരുമാനമെടുക്കാം. സ്വർഗത്തിന് വേണ്ടി നിനക്ക് ജീവിതം നേടണോ, അതോ നരകമാണ്, നാശമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് യോഗ്യമായ തിന്മയുടെ തലത്തിൽ മനുഷ്യനും ജീവിച്ചു കടന്നു പോകും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. ഇന്ന് അനേകം മനുഷ്യർ മരണത്തെ മറന്ന് ഓടുന്നുണ്ട്. സമയമില്ല, ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അറിയുന്നില്ല, അവൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നു എന്നാണ് കരുതുന്നത്. ജീവൻ നേടാൻ വേണ്ടി അവൻ ദൈവത്തെ മറന്ന്, ദൈവിക കാര്യങ്ങളെ മറന്ന്, ദൈവത്തിന് കൊടുക്കേണ്ട സമയം മറന്ന് ബാക്കിയുള്ളതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ മരണത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി ദൈവചിന്തയോടെ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ അവൻ മരണത്തിലല്ല, അവൻ ജീവനിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവവുമായൊരു ബന്ധത്തിൽ ഒരു വ്യക്തി ആഴപ്പെടുന്നതനുസരിച്ച് അവൻ്റെ നിത്യതയിൽ അവന് ബലം ലഭിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ പരമാന്ത്യം മുന്നിൽ കണ്ടുകൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതായിരിക്കണം ശരിയായ വിദ്യാഭ്യാസമെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പരമമായ അന്ത്യം മുന്നിൽ കണ്ടുകൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിന് രൂപം കൊടുക്കുന്നതായിരിക്കണം ശരിയായ വിദ്യാഭ്യാസം. ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അന്ത്യം, കാരണം അവൻ്റെ അന്ത്യം മുന്നിൽ കണ്ടുകൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തണം. എന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം? മരിച്ചു കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാനിരിക്കുന്നത് എന്താണ്? അത് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം. എന്നാൽ ഇന്ന് തിന്മ എന്താണ്? ഈ ഭൂമിയിൽ തീരുന്നതാണ് ജീവിതമെന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യത എന്നുള്ളതില്ല, മരണാനന്തര ജീവിതമില്ല. ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിതവും മരണവും ദുഃഖവും സന്തോഷവും എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് തിന്മ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണയിൽ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവുമായി ഐക്യപ്പെട്ടുള്ള ഒരു ജീവിതമാണെന്ന്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 13 കാണുന്നുണ്ട്. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുൾ ചെയ്യുന്നു. വചനം പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. കർത്താവിൽ മൃതിയടയും. കാരണം ദൈവവുമായൊരു ബന്ധത്തിൽ, യേശുവുമായൊരു ബന്ധത്തിൽ ജീവിച്ച് മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, യേശുവുമായുള്ള ബന്ധമില്ലാതെ, കർത്താവുമായുള്ളൊരു ബന്ധമില്ലാതെ മരിക്കുന്നവരുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു ശാപമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം.
കാരണം അനുഗ്രഹമാകണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം, മരണത്തിൽ അവസാനിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതത്തെ അനുഗ്രഹമാക്കണമെങ്കിൽ കർത്താവുമായുള്ള ഒരു ബന്ധത്തിൽ ഒരു വ്യക്തി ജീവിതം ആരംഭിക്കാനായിട്ട് തയ്യാറാകണം. ഓരോ ദിവസവും നമുക്ക് എത്രമാത്രം അവസരങ്ങളാണ് ദൈവം തരുന്നത്. ദൈവവുമായി കൂടുതൽ അടുത്തിടപെടുവാനായിട്ട്, മരണത്തെ ധ്യാനിച്ച് നന്മയുടെ ജീവിതം നയിക്കുവാനായിട്ട്. പ്രഭാഷകനൊക്കെ പറയുന്നത് എന്താണ്? ആഹ്ലാദങ്ങളിലും വിരുന്നുകളിലും പോകുന്നതിനേക്കാൾ മരണം നടന്ന ഭവനങ്ങളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവൻ്റെ നിസ്സാരത അവൻ തിരിച്ചറിയുന്നത്. ഒരു വ്യക്തിയുടെ മരണത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൻ്റെ നൈമിഷികത നമ്മൾ തിരിച്ചറിയുന്നത്. എത്രമാത്രം ഉണ്ടാക്കി വാരിക്കൂട്ടിയിട്ടും അതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ കടന്നു പോകുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അലക്സാണ്ടർ, നെപ്പോളിയൻ, അതുപോലെ തന്നെ ഈ ലോകത്തെ വിസ്മയിപ്പിച്ച അനേകം വ്യക്തിത്വങ്ങൾ ഒന്നുമില്ലാതെയല്ലേ കടന്നുപോയത്. അവർ സമ്പാദിച്ചു കൂട്ടിയത് എന്തെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു? ഇല്ല. എന്നിട്ടും ഇന്ന് മനുഷ്യൻ എന്താണ്? ഇതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. സമ്പാദ്യം, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതിക സമ്പാദ്യത്തിന് വേണ്ടി ദൈവത്തെ മറന്ന് ഓടുമ്പോൾ മനുഷ്യ, നീ തിരിച്ചറിയണം നിന്റെ അന്ത്യം എവിടെ. നിന്നെ എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്? നീ എങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നീ എവിടെ എത്തിച്ചേരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ധ്യാനിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം പരാജയത്തിൽ ചെന്ന് വീഴുകയില്ല. ഇന്ന് പരാജയത്തിന് കാരണം മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ അന്ത്യം എന്താണെന്ന് തിരിച്ചറിയാതെ ഇന്ന് ജീവിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവത്തിലെ ആ മനുഷ്യൻ, അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം സമ്പാദിച്ചതും അദ്ദേഹം നേടിയതും യഥാർത്ഥമായ പൂർണ്ണതയിൽ കാണുവാനോ അനുഭവിക്കുവാനോ സന്തോഷിക്കുവാനോ കഴിയാതെ തിരക്കുകളുടെ ലോകത്തിൽ ജീവിച്ച്, സമ്മർദ്ദങ്ങളുടെ ലോകത്തിൽ ജീവിച്ച് അവസാനം അദ്ദേഹം പോലും അറിയാത്ത ഒരു നിമിഷത്തിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതം അപ്രകാരം ആകാനായിട്ട് പാടില്ല. അങ്ങനെ ആകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. എത്ര തിരക്കുകളുണ്ടെങ്കിലും, എത്രമാത്രം പ്രതിസന്ധികൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും നിൻ്റെ ഉള്ളിൽ സ്വർഗത്തെ കൊണ്ട് നടക്കാനായിട്ട് കഴിയണം. കൊച്ചു ത്രേസ്യ ഉള്ളിൽ സ്വർഗം കൊണ്ട് നടന്നു. വിശുദ്ധർ ജീവിതത്തിൽ ഉള്ളിൽ സ്വർഗം കൊണ്ട് നടന്നു. എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്നൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഉത്തരം മറ്റൊന്നുമല്ല, നിത്യജീവനിലേക്ക് പ്രവേശിക്കണം, നിത്യതയിലേക്ക് കടന്നു പോകണം, സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലണം, വിശുദ്ധരോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാണ് മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ എല്ലാറ്റിൻ്റെയും പിന്നിലെ ലക്ഷ്യമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെ നേടിയാലും, എന്തൊക്കെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയാലും ഉള്ളിൽ സ്വർഗമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നിരാശയുണ്ടാകും. നമ്മൾ വഴിതെറ്റി ഓടിക്കൊണ്ടിരിക്കും. ഓടുന്നത് ശരിയായ ട്രാക്കിലാകുകയില്ല. സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ഓടുന്ന വ്യക്തി ശരിയായ ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, ഞാൻ എന്ത് ലക്ഷ്യം വെച്ചാണ് ഓടുന്നത്? എൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഞാൻ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഞാൻ ഒത്തിരിയേറെ അധ്വാനിക്കുന്നുണ്ട്, ഒത്തിരിയേറെ പ്രവർത്തനങ്ങളിൽ, പലതരത്തിലുള്ള മേഖലകളിൽ ഞാൻ വ്യക്തിത്വം ഉയർത്തുന്നുണ്ട്, എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നിത്യതയ്ക്ക് വേണ്ടിയാണോ? സ്വർഗമാണോ എൻ്റെ ലക്ഷ്യം? അതല്ലെങ്കിൽ നമ്മൾ തിരുത്തുവാനായിട്ട് സമയമായി എന്ന് തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. തിരക്കുകൾ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ഓടി അകലാതിരിക്കുക. തിരക്കുകൾ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ഓടി അകലാതിരിക്കുക. ദൈവത്തോട് ചേർന്ന് നടന്നാൽ നിൻ്റെ തിരക്കുകളുടെ ജീവിതത്തിലും അവൻ നിത്യതയുടെ അനുഭവം പകർന്നു നൽകി നിന്നെ വഴി നടത്തും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ഭൂമിയിലെ മനുഷ്യജീവിതം എന്താണ് എന്ന് തിരുവചനങ്ങളിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ലക്ഷ്യം വയ്ക്കേണ്ടത് നിത്യജീവനാണെന്നും സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതാണെന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ ദിനത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കാത്തതൊക്കെ അത് മാറ്റി നിർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യതയെക്കുറിച്ച് ധ്യാനിച്ച് ജീവിക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.